നമസ്കാരം. വ്യോമാക്രമണ ഭീഷണി രാജ്യത്തിനു മുകളിൽ ഒരു കരിമ്പടം പോലെ നീളുന്നു. ഓരോ പൗരനും ശ്വാസം അടക്കിപ്പിടിച്ച് കാത്തിരുന്ന ആ ദിവസങ്ങളിൽ ഭരണകൂടം തങ്ങളുടെ പരമോന്നത നേതാവായ ആയത്തുള്ള അലി ഖമേനിയോട് സുരക്ഷിതമായ ഒരിടത്തേക്ക് മാറാൻ നിരന്തരം അപേക്ഷിക്കുകയായിരുന്നു. ഏതൊരു സാധാരണക്കാരനും സ്വന്തം ജീവൻ രക്ഷിക്കാൻ ഓടിമറയുന്ന ഒരവസ്ഥ. എന്നാൽ ഖമേനി ചെയ്തത് മറ്റൊന്നായിരുന്നു. അദ്ദേഹം ആവർത്തിച്ചു വന്ന അഭ്യർത്ഥനകൾ തീർത്തും അവഗണിക്കുകയായിരുന്നുവെന്ന് പറയുന്നു. ടെഹ്റാനിലെ തന്റെ വസതി വിട്ടുപോവാനോ സുരക്ഷിതമായ ബങ്കറുകളിലേക്ക് മാറാനോ അദ്ദേഹം കൂട്ടാക്കിയില്ല. 37 വർഷത്തോളം ഒരു രാജ്യത്തെ നയിച്ച ഈ ഭരണാധികാരി സ്വന്തം വീടിന്റെ 4 ചുവരുകൾക്കുള്ളിൽ തന്നെ തന്റെ ജനങ്ങൾക്കിടയിൽ ആ ഭീഷണിക്ക് നടുവിൽ ഉറച്ചു നിൽക്കാൻ തീരുമാനിക്കുകയായിരുന്നു. ഈ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ നടത്തിയത് മറ്റാരുമല്ല, ഇറാന്റെ പരമോന്നത നേതാവിന്റെ ഇന്ത്യയിലെ പ്രതിനിധിയായ അബ്ദുൾ മജീദ് ഹക്കീം ഇലാഹിയാണ്. ന്യൂഡൽഹിയിൽ നടന്ന പ്രമുഖ ഇന്ത്യ ടുഡേ കോൺക്ലേവിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. എന്തുകൊണ്ടാണ് അദ്ദേഹത്തെ മറ്റൊരു സുരക്ഷിത സ്ഥലത്തേക്കോ നഗരത്തിലേക്കോ മാറ്റാത്തതെന്ന് ഞാൻ സുരക്ഷാ ഉദ്യോഗസ്ഥരോട് ചോദിച്ചിരുന്നു. എന്നാൽ അദ്ദേഹം അത് വിസമ്മതിക്കുകയായിരുന്നു എന്നാണ് അവർ പറഞ്ഞത്. ഇലാഹി വെളിപ്പെടുത്തി. ഖമേനിയുടെ വാക്കുകൾ ഇലാഹി ഉദ്ധരിച്ചത് ഇങ്ങനെയാണ്: ടെഹ്റാനിലെ 9 കോടി പൗരന്മാർക്കും സുരക്ഷിതമായ അഭയസ്ഥാനം നൽകാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ മാത്രമേ ഞാൻ എന്റെ വീട് വിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് മാറാൻ തയ്യാറുള്ളൂ. അതുമാത്രമല്ല, അദ്ദേഹത്തിന്റെ നിലപാട് ഇതിലും ഗൗരവമുള്ളതായിരുന്നു. സാധാരണക്കാർക്ക് ബങ്കറുകളോ സുരക്ഷിത താവളങ്ങളോ ഇല്ലാത്ത സാഹചര്യത്തിൽ ഞാൻ മാത്രം പ്രത്യേക സൗകര്യങ്ങൾ ഉപയോഗിക്കുന്നത് ശരിയല്ലെന്ന് അദ്ദേഹം ദൃഢമായി വിശ്വസിച്ചു. ഒരു ഭരണാധികാരിയെന്നും ദരിദ്രരോടും പാർശ്വവൽക്കരിക്കപ്പെട്ടവരോടും ഒപ്പം നിൽക്കണം എന്നതായിരുന്നു ഖമേനിയുടെ നിലപാട്. സുരക്ഷിതത്തിനായി വസതിയുടെ താഴത്തെ നിലയിൽ ഒരു ബങ്കറെങ്കിലും നിർമ്മിക്കാൻ ഞാൻ ഉദ്യോഗസ്ഥരോട് ആവശ്യപ്പെട്ടു. പക്ഷെ അദ്ദേഹം അതിനും അനുവദിച്ചില്ല. 90 ദശലക്ഷം ഇറാനികൾക്കായി 90 ദശലക്ഷം ബങ്കറുകൾ നിർമ്മിക്കാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ മാത്രമേ എനിക്കായി ഒന്ന് നിർമ്മിക്കാൻ ഞാൻ അനുവദിക്കൂ, ഖമേനി പറഞ്ഞതായി ഇലാഹി പറയുന്നു. ഇതിലെല്ലാം ഉപരിയായി ഖമേനി ആഗ്രഹിച്ചത് ഒരു രക്തസാക്ഷിത്വം ആയിരുന്നു. അമേരിക്കയും ഇസ്രായേലും സംയുക്തമായി നടത്തിയ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെടുന്നതിനെ ആശുപത്രിയിലോ വാർദ്ധക്യ സഹജമായ അസുഖങ്ങളാലോ മരിക്കുന്നതിനേക്കാൾ അദ്ദേഹം ശ്രേഷ്ഠമായി കണ്ടു. ഒരുപക്ഷെ ആ നിമിഷങ്ങളിൽ അദ്ദേഹം കണ്ടത് സ്വന്തം ജീവൻ രക്ഷിക്കലായിരുന്നില്ല, ഒരു രാജ്യത്തിന്റെ ധാർമ്മിക ശക്തിയും ജനങ്ങൾക്കൊപ്പമുള്ള ഒരു നേതാവിന്റെ നിശ്ചയദാർഢ്യവുമായിരുന്നു. ഇലാഹി പറയുകയും ചെയ്തു. എന്തായാലും അദ്ദേഹം അങ്ങനെ ചെയ്തതുകൊണ്ടാണ് ഒരു ബങ്കറിലേക്ക് പോലും മാറ്റപ്പെടാൻ സാധിക്കാത്തത്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ആക്രമണത്തിൽ കൊല്ലപ്പെടുകയും ചെയ്തതെന്നാണ് ഇലാഹി പറഞ്ഞിരിക്കുന്നത്. അമേരിക്കയും ഇസ്രായേലും ഒരുമിച്ച് നടത്തിയ ആക്രമണത്തിലായിരുന്നു ബങ്കറിനുള്ളിൽ വെച്ച് ഇത്തരത്തിൽ ആയത്തുള്ള അലി ഖമേനി കൊല്ലപ്പെട്ടത്. മകൻ മുജ്തബ ഖമേനി ഗുരുതരാവസ്ഥയിൽ ഇപ്പോൾ ചികിത്സയിൽ കഴിയുകയാണെന്നാണ് വിവരം. അതേസമയം മുജ്തബ ഖമേനി മരിച്ചു എന്ന വാർത്തയും പുറത്തു വന്നിരുന്നു. അതിന് പിന്നാലെയാണ് IRGC ഇത്തരത്തിൽ ഗുരുതരാവസ്ഥയിലാണെന്ന് സ്ഥിരീകരിച്ചത്.